പ്രിയപ്പെട്ട ജാനകിക്ക്, ഈ കത്ത് കിട്ടുമ്പോൾ നിന്റെ മുഖത്തുണ്ടാവുന്ന അത്ഭുതം ഞാൻ അറിയുന്നു. ഈ കാലത്ത് എന്തിനിങ്ങനൊരു കത്തെന്ന് തോന്നിയാൽ ഈ വാക്കുകളുടെ ആത്മാവ് നഷ്ടപ്പെട്ട് ഇത് വെറും അക്ഷരങ്ങളായി മാറും. ഈ കത്തിന് ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമുണ്ട്. നിനക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശിക്കാവിലെ ഇലഞ്ഞിമര ചോട്ടിലിരുന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. പണ്ട് നീ എന്നെ ഇതേ ഇലഞ്ഞിമര ചോട്ടിലാണല്ലോ നീ എന്നെ തളച്ചിട്ടിരുന്നത്. ഇപ്പോൾ ഓർമ്മകൾ കൊണ്ടും ഈ മണ്ണിൽ കാലുറച്ചിരുന്നു. ഈ കത്ത് എഴുതുമ്പോൾ ഇവിടെയെല്ലാം പഴയതുപോലാണ് ജാനകി. ഇലഞ്ഞി, പഞ്ഞിമരവും മഞ്ചാടിയും സർപ്പാക്കാവും തുമ്പിയും മുക്കൂറ്റിയും എല്ലാം. ഈ എന്തിനേറെ പറയണം, നിന്നെ പോലും എനിക്കിവിടെ കാണാൻ കഴിയുന്നു. നീ എന്നെ ഓർക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ നിന്നെ ഓർക്കാറുണ്ടെന്ന് പറയുന്നുമില്ല. അത് ചിലപ്പോൾ നമ്മൾ രണ്ടാളെയും കുഴപ്പത്തിലാക്കുന്ന ഒന്നാവും. ഞാൻ ഈ കത്ത് എഴുതുമ്പോൾ ഇവിടെ ആകെ മഞ്ചാടി പൊയിഞ്ഞു കിടപ്പുണ്ട്. മഞ്ചാടി എവിടെ കണ്ടാലും ഞാൻ നിന്നെ ഓർക്കാറുണ്ട്. കയ്യിൽ കരുതിയ മഞ്ചാടി എൻ്റെ വിയർപ്പ് കൈവെള്ളയിൽ വെച്ച് ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞ ദിവസം, ക്ഷണനേരം കൊണ്ട് നീ അത് നിരസിച്ച നിമിഷം, അതിനുശേഷമാണ് നമ്മൾ പ്രണയിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പരസ്പരം നിരീക്ഷണങ്ങൾ തുടങ്ങിയത്, സുഖവിവരങ്ങൾ അറിയാൻ ശ്രമിച്ചതും. അന്നത്തെ ആ ദീപാരാധന എത്ര സുന്ദരമായിരുന്നു. ചുമന്ന പട്ടുപാവാടയും കൈനിറയെ കറുത്ത കുപ്പിവളകളും. നിന്റെ കണ്ണുകൾ അന്ന് കൂടുതൽ തിളങ്ങിയിരുന്നു. ക്ഷേത്രത്തിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കുകളുടെ ഇളം ചൂടിൽ എൻ്റെ മേൽചുണ്ട് ഉയർത്തിരുന്നു. നെറ്റിയിൽ തൊട്ട ചന്ദനം പടർന്നിരുന്നു. നിന്റെ കുപ്പിവള സദാ കുലുങ്ങിച്ചിരിച്ചിരുന്നു. അതിനു മുമ്പോ ശേഷമോ അത്രയും മനോഹരമായ ഒരു ദീപാരാധന ഞാൻ കണ്ടിട്ടില്ല. ചിലതെല്ലാം അങ്ങനെയാണ് ജാനകി. ഒറ്റ കാരണം കൊണ്ട് ചിലതെല്ലാം മറ്റൊന്നിനും പകരമാകൂല. അതുപോലെയാണ് എനിക്ക് നീ. എന്നോട് നീ ഇഷ്ടം പറയാൻ ഞാൻ നന്നായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിന്നെ പ്രണയിക്കുന്നത്. എൻ്റെ ഓരോ പുലരിയും ഓരോ തേടലാണ്. കാണുമ്പോഴെല്ലാം നിന്നെ കണ്ടെത്താനുള്ള ശ്രമം. ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ എത്ര വേഗമാണ് രണ്ട് മഹാനഗരങ്ങളിലേക്ക് നമ്മൾ പരിച്ചറിയപ്പെട്ടത്. അപ്പം നിന്നെ ഞാൻ ഓർത്തിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലെന്നാണെങ്കിൽ അത് കള്ളമാകും. മറന്നു എന്നാണെങ്കിലും കള്ളമാകും. ഇതുപോലാണ് ജാനകി നീ എന്നും. പൂർണ്ണമായി ഉത്തരം ലഭിക്കാത്ത പൂർണ്ണ സുന്ദര കാവ്യം. ഉറവകൾ പൊട്ടിയൊഴുകിയ രണ്ടരുവികൾ എവിടെയോ വെച്ചൊന്നാകുമെന്ന് കരുതിയ നിമിഷം, എതിമാറി ഒഴുകിയ രണ്ട് പുഴകൾ. കടലിൽ കാണാമെന്ന് പറയാൻ പോലും സമയം ലഭിക്കാതെ പോയ രണ്ട് പുഴ. ജോലി, വിവാഹം, കുട്ടികൾ, ജീവിതം. അങ്ങനെ നീയും ഞാനും രണ്ട് പുഴയായി ഒഴുകി. പക്ഷേ ഈ ഒഴുക്കിൽ ജീവിച്ചോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം എനിക്കില്ല. ഈ 60-ാം വയസ്സിൽ നരച്ച മുടിയും തടവി കാഴ്ച മങ്ങിയ കണ്ണിലൂടെ നോക്കുമ്പോൾ ഞാനായി ജീവിച്ച കാലത്ത് ജീവനായിരിക്കുന്ന ഒരാൾക്ക് എഴുതണമെന്ന് തോന്നി. അല്ലെങ്കിൽ തന്നെ നിനക്കല്ലാതെ ഞാൻ മറ്റാർക്ക് എഴുതാനാണ്? എൻ്റെ മഷിയും കടലാസും നീ തന്നെയായിരുന്നു ജാനകി. ഇവിടെ സന്ധ്യയായി. ക്ഷേത്രത്തിൽ ചിരാതുകൾ തെളിയുന്നു. ഇലഞ്ഞി മരത്തിൽ കിളികൾ ചേക്കേറുന്നു. അവർ പ്രണയിക്കുന്നു, പരിഭവം പറയുന്നു. ഈ അസ്തമയ സൂര്യൻ എന്നെ നോക്കി പരിചയം പുതുക്കുന്നു. നീ ആ ക്ഷേത്രപ്പടവുകൾ ഇറങ്ങി വരുന്നു. പതിവ് പോലെ നിന്നെ കണ്ട വെപ്രാളത്തിൽ ഞാനല്ലാതാകുന്നു. നീ അതുപോലെ തന്നെ ഉണ്ട് ജാനകി. നീ എൻ്റെ അടുത്തേക്ക് വരുന്നു. സദാ വിയർപ്പുള്ള കൈകൾ കൊണ്ട് എന്നെ പിടിച്ച മുത്തശ്ശിക്കാവിലേക്ക് ഓടുന്നു. മുത്തശ്ശിക്കാവിൽ നമ്മൾ രണ്ടാൾ മാത്രം. അവിടെ ആകെ ഇലഞ്ഞിപ്പൂക്കളുടെ മണം പടരുന്നു. നമ്മൾ ഒരുമിച്ച് ഒരു ചിരാതു ലയിക്കുന്നു. ആ പ്രകാശത്തിൽ നീ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. നീ എൻ്റെ കാതുകളിൽ ഒരു സ്വകാര്യം പറയുന്നു. ജനവൃതികൾക്കപ്പുറം ആത്മാവിനാൽ ബന്ധിച്ച നമ്മൾ എന്തിനു പ്രണയിക്കണം? എനിക്ക് നീയും നിനക്ക് ഞാനും ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ജാനകി, ഇലഞ്ഞി മണക്കുന്ന ഇവിടെയാകും ഞാൻ ഭാരമില്ലാത്തവനായി മാറുന്നു. ജാനകി, ഞാൻ ഈ നിമിഷം ജീവിക്കുന്നു. ഈ നിമിഷം മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ. നീ ഈ അക്ഷരങ്ങൾ സ്വചിച്ചാലും ഇലഞ്ഞിയാൽ ബന്ധിച്ച് വെന്തെണ്ണയിൽ ചാലിച്ച ഒരു പ്രണയം നിനക്ക് ആസ്വദിക്കാൻ കഴിയും എന്ന് നീയായ ഞാൻ